സാധാരണ മനുഷ്യർ ഇത് യൂസ് ചെയ്യുന്നുണ്ട്, ഒത്തിരി സൈഡ് എഫക്റ്റുകൾ ഉണ്ടാവുമെന്ന് പറയുന്നു. ഈ സൈഡ് എഫക്റ്റുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതെങ്ങനെയൊക്കെയാണ്? അതായത് നമ്മുടെ നാട്ടുകാരുടെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ അവരറിയാത്തതിനെ എതിർക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഇപ്പോൾ സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം സൈഡ് എഫക്റ്റ് എന്ന് പറയുന്ന ഒരു വേർഡേ ശരിയല്ല. നിറയെ ആൾക്കാർ പറയുന്നുണ്ട് അലോപ്പതി സൈഡ് എഫക്റ്റ്, ആയുർവേദം സൈഡ് എഫക്റ്റ്, അത് സൈഡ് എഫക്റ്റ്, ഇത് സൈഡ് എഫക്റ്റ് എന്ന് പറയുന്ന ഒരു വേർഡേ ഇല്ല. നമ്മളൊരു രോഗത്തിന് മെഡിസിൻ എടുക്കുന്നു, ആ മെഡിസിന് ഒരു എഫക്റ്റ് ഉണ്ടോ ഇല്ലേ? ഉണ്ട്. ആ എഫക്റ്റിനെ താങ്ങാൻ നമ്മുടെ ബോഡിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതാണ് സൈഡ് എഫക്റ്റ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആൻറ്റിബയോട്ടിക്സും മറ്റുമൊക്കെ എടുക്കുമ്പോൾ ഡോക്ടേഴ്സ് വൈറ്റമിൻ സപ്ലിമെൻറ്റ്സ് ഇതെല്ലാം തരുന്നത് ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ്. പക്ഷേ നമ്മൾ ഹെൽത്തിയായി മാറിയാൽ മാത്രമേ അടുത്ത് റിപ്പീറ്റായിട്ട് ആ മെഡിസിൻ എടുക്കുമ്പോൾ നമുക്ക് ആ ഒരു എഫക്റ്റിനെ എടുക്കാൻ പറ്റുള്ളൂ. ആ എഫക്റ്റിനെ എടുക്കാൻ നമ്മുടെ ശരീരത്തിന് കഴിയാത്ത ഒരവസ്ഥയാണ് സൈഡ് എഫക്റ്റ്. അപ്പോൾ നല്ല ഒരു പോഷകാഹാരം ഒരിക്കലും ഒരു സൈഡ് എഫക്റ്റ് അല്ല. കാരണം ഇന്ന് നമ്മളെ മാർക്കറ്റിൽ അറിയുന്ന നിറയെ ന്യൂട്രീഷൻ പ്രോഡക്ട്സ് നമ്മൾ ചെറുപ്പം മുതലേ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. വളരെ വില കുറഞ്ഞ ന്യൂട്രീഷൻസ്. അപ്പോൾ നമ്മൾ ഇതിന് വില കൂടുതലെന്നാണ് പറയുന്നത്, ഇല്ലേ? നിറയെ ആൾക്കാർ സൈഡ് എഫക്റ്റ് മാത്രമല്ല പറയുന്നത്, വില കൂടുതലാണെന്ന് പറയുന്നുണ്ട്. അവർക്കത് ആവശ്യമുള്ളത് കൊണ്ടാണ് അവർ വില കൂടുതലാണെന്ന് പറഞ്ഞ് അങ്ങനെ ഒഴിവാക്കുന്ന ആൾക്കാർ, അല്ലേ? അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇതാണ്, എന്തുകൊണ്ട് മറ്റതിനെല്ലാം വില കുറച്ച് കിട്ടുന്നു? വില കുറച്ച് കിട്ടിയത് കഴിച്ചിട്ട് എന്തുകൊണ്ട് നമുക്കൊരു മാറ്റം വരുന്നില്ല? നമ്മളൊരു മാറ്റത്തിന് വേണ്ടിയിട്ടാണല്ലോ വില കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും നമ്മളൊരു കാര്യത്തിനെ കഴിക്കുന്നത്. എന്തുകൊണ്ടൊരു മാറ്റം ഉണ്ടാകുന്നില്ല? ഇതാണ് നമ്മൾ ചിന്തിക്കാൻ. അപ്പോൾ നമ്മളുടെ പ്രോഡക്റ്റിന്, നമ്മളെ ന്യൂട്രീഷന് വന്നിട്ട് അതിൻ്റേതായ വാല്യൂ ഉണ്ട്, റിസൾട്ട് ഉണ്ട്. ഈ സൈഡ് എഫക്റ്റ് ഉണ്ടെന്ന് പറയുന്ന ആൾക്കാർ പറയുന്ന ലിവറോ കിഡ്നിയോ പോയി എന്നൊക്കെ പറയുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരെന്താണ് ആക്ച്വലി കഴിക്കുന്നത് ലോങ് ടൈമായിട്ട്? ഇന്ന് നമ്മൾ ഹോസ്പിറ്റൽ വിസിറ്റ് നടത്തിയാൽ ഇതിനെല്ലാം സ്പെഷ്യലിസ്റ്റ് നിറയെ ആൾക്കാരുണ്ട്, ഇല്ലേ? അവരുടെ ഒ പിയിലോ അല്ലെങ്കിൽ അവരുടെ വിസിറ്റേഴ്സ് ചെയറിലോ പോയിരുന്നാൽ ഒരാളിന് പോലും ഹെർബൽ ലൈഫ് അറിയില്ല. എല്ലാവർക്കും അറിയുന്നത് എന്താണ്? ഇഡ്ഡലി അറിയാം, പുട്ടറിയാം, ചപ്പാത്തി അറിയാം, ഓട്സ് അറിയാം, എല്ലാമേ അറിയാം. പക്ഷേ അവർക്ക് ഹെർബൽ ലൈഫ് അറിയില്ല. അവരുടെ ഇടയിൽ നമ്മളൊരു സർവേ നടത്തി നോക്കണം അവർക്ക് എന്തുകൊണ്ടാണ് അത് പോയെന്ന്, ഇല്ലേ? അപ്പോൾ ഹെർബൽ ഇത്ര 45 ഇയേഴ്സിൽ ഇത്ര ലക്ഷം കോടിക്കണക്കിന് ആൾക്കാർ ഫോളോ ചെയ്യുന്ന ഒരു ഫുഡിൽ ഇതൊരു സൈഡ് എഫക്റ്റ് ഉണ്ടെങ്കിൽ ഓരോ വർഷവും ഹെർബൽ ലൈഫ് കാരണം മരിക്കുന്ന 1,00,000 പേരെങ്കിലും കാണണ്ടേ? അല്ലെങ്കിൽ 10,000 പേരെങ്കിലും റിപ്പോർട്ട് ചെയ്യണ്ടേ, ഇല്ലേ? അതൊരു കോമൺ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്.